കുട്ടികളിൽ നിന്ന് കൂടുതലും കാണുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന രോഗം. നമ്മുടെ ആയുർവേദ രീതിയിൽ നമ്മൾ അതിനെ വീക്ഷിക്കുമ്പോൾ ഈ മനോവഹ സ്രോതസ്സിൻ്റെ വൈകല്യം കൊണ്ട് വരാവുന്ന ഒരു വാദവ്യാധിയായിട്ട് വേണം, വാദത്തിൻ്റെ ഒരു വിഗുണമായ രീതിയിലുള്ള ഒരു പ്രക്രിയയായിട്ട് വേണം നമുക്കതിനെ കാണാനായിട്ട്. പക്ഷെ അത് തുടക്കത്തിൽ അതിൻ്റെ സിംറ്റംസ് കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക, കൂടുതൽ വാശി കൂടുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളതിനെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ. പ്രത്യേകിച്ച് 4-5 വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾ. ആ സമയത്തൊക്കെ നമ്മൾ ശരിക്കും പാരൻസ് വാച്ച് ചെയ്ത് അതിന് നമ്മൾ വേണ്ട രീതിയിൽ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ അത് ഈസിയായിട്ട് മാറ്റിയെടുക്കാവുന്നൊരു സംഗതിയാണ് എൻ്റെ അനുഭവത്തിൽ. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്തോറും ഈ വൈകല്യങ്ങൾ കൂടാനും അത് മാറാൻ വേറെ പല സംഗതികളായിട്ട് വേറെ പല രീതിയിൽ മാറാനുള്ള സാധ്യതകൾ കുറയാറുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം തന്നെ ആ രീതിയിലേക്ക് വരാം. പിന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു ഹൈപ്പർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഓട്ടിസത്തിനോ നമ്മൾ ചികിത്സിക്കുമ്പോൾ ഈ കുട്ടികൾക്കൊപ്പം തന്നെ പാരൻസിന് വേണ്ടതായ കൗൺസിലിംഗ് കൊടുത്ത് ആഹാര രീതികൾ ഒക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. എന്തായാലും ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് വരുന്ന പല കുട്ടികളിലും നമുക്ക് തുടക്കത്തിലാണെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു സൂക്കേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും ഞാൻ ചെയ്യാറുള്ളത്.